Hi everyone. Today we are going to learn a new letter while we paint our honeybee. Dhyan, can you guess what letter we are learning today? It's the letter H. H is honeybee. Look at there. It's the letter H. H is for honeybee. See this letter? This is the letter H. Can you say H with me? H make the sound ha 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 ha. Like in honey, happy and hatch. My dear students and my baby Dian, let us all say H together. H for honey, H for honey, H for honey. Okay, understand? Look at our honeybee. It starts with H2. H, 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 honeybee. Tell me please. H, 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 honeybee. Now I am going to draw something really special. A honeybee and a little flower. And guess what? After I am finished the outline, my baby Dian is going to help us paint it. Okay, let us start. First, draw a small circle, its head and three wings, long oval shaped bee's body, like a little balloon. Now let us add some legs. Draw two little curves on the head so our bee looks even more real. After finish the bees, let us draw a plant and a little flower. Wow, it's so beautiful. Wow, our baby Dian is going to paint the bee and the flower for us. You can grab your colors and paint along with him. നമ്മുടെ ദിയാൻ്റെ പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. പിന്നെ ദിയാൻ്റെ സൃഷ്ടികളെ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ രസകരമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങളുടെ യാത്ര. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് പ്രൈമറി വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പ്രൈമറി കുട്ടികളുടെ പഠനത്തെയും അവരുടെ സൃഷ്ടിപരമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു യാത്ര കൂടിയാണ്. കുട്ടികൾക്ക് പഠനം രസകരവും ആസ്വാദ്യകരവുമാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മധുരമായ രീതിയിൽ നമ്മൾ എങ്ങനെ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണിത്. ഓരോ പേരൻസിനും ഓരോ ഇൻസ്പിറേഷൻ കൂടിയാണ് ഞങ്ങളുടെ ഓരോ വീഡിയോയും. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നമ്മളെ കുട്ടികൾക്ക് ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷിലാക്കാൻ പരമാവധി ശ്രമിക്കാം. അത് ഈ ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അക്ഷരങ്ങളായാലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വേർഡ്സും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്, ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, പ്രത്യേകത. അവർ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അവരോട് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് അവർ സ്വീകരിക്കാനും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കും. അതുകൊണ്ട് തന്നെ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് മാക്സിമം അവരോട് ഇംഗ്ലീഷിൽ വേർഡ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി
പിന്നെ ഈ വീഡിയോസിൽ ശ്രമിക്കുന്നതാണ്. മാത്രമല്ല അതുപോലെ തന്നെ നമ്മളെ പേരൻസും അവർക്ക് നമ്മൾ ഓരോ പേരൻസിനും ആഗ്രഹം ഉണ്ടാവില്ല നമ്മളെ മക്കൾ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ടൊരു ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം, നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ചില പേരൻസിനൊക്കെ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ CBSE സ്കൂളുകളിലൊക്കെ മക്കളെ ചേർത്താൻ സാധിക്കാതെ വന്നു എന്ന് കരുതി നമ്മളെ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ അവരോട് യൂസ് ചെയ്യുന്ന വീട്ടിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകളൊക്കെ പരമാവധി ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കിന്ന് ഒരുപാട് യൂട്യൂബിൽ നിന്നും വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കും. നമ്മൾ കുട്ടികളോട് എങ്ങനെ ക്ലാസ് റൂം ലാംഗ്വേജ് അല്ലെങ്കിൽ വീട്ടിൽ പെരുമാറുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ പേരൻസും കുറച്ചൊക്കെ ക്യാച്ച് ചെയ്തിട്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരിക്കലൊരു ചിത്രകാരിയോ നന്നായിട്ടൊരു ചിത്രരചനയിലൊരു എയിമുള്ള ഒരാളൊന്നുമല്ല. പിന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഔട്ട്ലൈന് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ധ്യാന് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ധ്യാന് അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യുകയാണ്. ശരിക്കും നമ്മൾ ഈ പെയിൻറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ മക്കളെ ഓയിൽ പെയിൻറ്റ് ചെയ്യാനും ക്രയോൺ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാനും പഠിപ്പിക്കണം. അത് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിനാണ്. പക്ഷെ ധ്യാന് കൂടുതൽ താല്പര്യം പെയിൻറ്റിങ്ങിനാണ്. എനിക്ക് പെയിൻറ്റ് മതി ഉമ്മ എന്നാവും പറയൽ. ഉമ്മ ബേബിക്ക് പെയിൻറ്റ് മതി എന്നാണ് പറയുക. അപ്പോൾ പിന്നെ ഞാൻ പെയിൻറ്റ് കൊടുത്തു എന്നുള്ളൂ. പിന്നെ നിങ്ങളെ മക്കളെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെയിൻ്റ് ആണെങ്കിൽ പെയിൻറ്റ്, അല്ലെങ്കിൽ ക്രയോൺ ആണെങ്കിൽ ക്രയോണൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിൽ പെയിൻറ്റ് ചെയ്യുന്ന രീതി മെല്ലെ സാവധാനം ആടിപ്പാടിയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ലാതൊക്കെ ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. നമ്മളെ ലക്ഷ്യം പെയിൻറ്റിങ്ങിനേക്കാളും ഉപരി കുട്ടി ലെറ്റർ മറക്കാത്ത രീതിയിൽ പഠിച്ചെടുക്കണം. H എന്നുള്ള ലെറ്റർ എവിടെ കണ്ടാലും വായിക്കാനും മനസ്സിലാക്കാനും കുട്ടിക്ക് കഴിയണം. അങ്ങനെ ഓരോ ലെറ്ററും നമ്മൾ വരയിലൂടെയും എഴുത്തിലൂടെയും കുട്ടിയുടെ മനസ്സിൽ കയറുന്ന തരത്തിൽ പഠിപ്പിച്ചെടുത്താൽ പിന്നെ അത് മറന്നു പോകില്ല ഓരോ ലെറ്റേഴ്സും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടേണ്ടത്. അവർ കളറ് പെയിൻറ്റ് ചെയ്യുന്നത് നീ തെറ്റിപ്പോയാലും ഒരു ഹണീബിക്ക് പെയിൻറ്റ് ചെയ്യുന്നത് ഒരു ഹണീബി ആയാൽ മതി. H ഈസ് ഫോർ ഹണീബി. ഈ ഒരു കാര്യം കുട്ടിക്ക് മനസ്സിലാവണം ഈ പെയിൻറ്റിങ് കഴിയുന്നതോടൊപ്പം തന്നെ. കാരണം നമ്മളെ മക്കളെ കൂട്ടത്തിൽ പിന്നെ എല്ലാവരും ഒരേപോലെ ആവില്ല. ചില കുട്ടികൾക്ക് കാര്യങ്ങൾ കണ്ട് പഠിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിഷ്വലായിട്ടുള്ള കുട്ടികളുണ്ടാവും, കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം. ചില കുട്ടികൾ ഓഡിറ്ററി ആവും, കണ്ടാൽ മാത്രം പോരെ, കേൾക്കും വേണം, കേട്ട് പഠിക്കണം. ചിലരാണെങ്കിൽ ഗനസ്തറ്റിക് ആവും, കണ്ടാലും കേട്ടാലും പോരെ, അതൊന്ന് ടച്ച് ചെയ്ത് അനുഭവിച്ചറിഞ്ഞ് പഠിക്കണം. അപ്പോൾ നമ്മൾ പേരൻസിന് ഈ ഒരു രീതിയും കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. നമ്മൾ പറയും എൻ്റെ മോൻ പഠിക്കൂല, എത്രയായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഭയങ്കര പിന്നോക്കമാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ മക്കളെ ഈ ഒരു ഓഡിറ്ററി, നമ്മളെ മോനെ ഓഡിറ്ററി ആണോ അല്ലെങ്കിൽ ഗനസ്തറ്റിക് ആണോ അല്ലെങ്കിൽ വിഷ്വലാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു 3 രീതിയും ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചാലേ നമ്മളെ മക്കൾ ഒരിക്കലും പഠനത്തിൽ പിന്നോക്കം നിൽക്കില്ല. അപ്പോൾ ഞാൻ ധ്യാനിനെ ഓരോ ലെറ്ററും എങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളും വീട്ടിൽ ഫോളോ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു കോക്കനറ്റ് ട്രീ കണ്ടാൽ നമ്മൾ പറയുക C ഈസ് ഫോർ കോക്കനറ്റ്, ദാറ്റ് ഈസ് കോക്കനറ്റ് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ കുട്ടികളത് ഗ്രാസ്പ് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. ഓക്കെ. വീഡിയോ ഒരുപാട് ലെങ്തി ആയത് കാരണം ദിൽബേബിൻ്റെ പെയിൻറ്റിങ് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.